വർധ തമിഴ്നാട് തീരത്ത്. വർധ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തെത്തി. ചുഴലിക്കാറ്റിന്റെ പുറംഭാഗമാണ് ഇപ്പോൾ കരതൊട്ടിരിക്കുന്നത്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റും മഴയുമാണ് ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളത്. 1 മണിക്കൂർ കൂടി ഇതേ രീതിയിൽ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. ശക്തമായ കാറ്റിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളം ഇന്ന് രാവിലെ മുതൽ പൂർണ്ണമായും അടച്ചു. സബർബൻ ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. മുൻകരുതലിന്റെ ഭാഗമായി പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. കനത്ത കാറ്റിലും മഴയിലും വൻമരങ്ങൾ പലയിടത്തും കടപുഴകി വീണു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേനയും അർദ്ധസൈനിക വിഭാഗവും സജ്ജമായിട്ടുണ്ട്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ കാറ്റ് വീശുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദക്ഷിണേന്ത്യൻ മേധാവി എസ് ബാഹുലേയൻ തമ്പി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 1 മണിക്കൂർ കൂടി ഇതേ വേഗതയിൽ കാറ്റ് വീശും. തുടർന്ന് 2 മണിക്കൂർ കാറ്റിന്റെ വേഗത കുറയും. 5 മണിയോടെ വീണ്ടും കാറ്റും മഴയും ശക്തമാവുമെന്നും ബാഹുലേയൻ തമ്പി പറഞ്ഞു. ഇപ്പോ വർധ ചുഴലിക്കാറ്റിന്റെ ഏകദേശം അതിന്റെ പെരിഫറൽ പുറഭാഗം വന്നിട്ട് ചെന്നൈയിലേക്ക് ടച്ച് ചെയ്ത് വളരെ ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഇത് വന്നിട്ട് അടുത്ത 1 മണിക്കൂർ തുടരുകയും അത് കഴിഞ്ഞ് കുറെ നേരം വളരെ ശക്തി കുറഞ്ഞ രീതിയിൽ, അതായത് കാം കണ്ടീഷനിൽ, അതായത് ഒരു ചെന്നൈയുടെ മുകളിൽ വരികയും ചെന്നൈക്ക് വടക്കും തെക്കും ഭാഗങ്ങളിൽ ഏകദേശം 50 കിലോമീറ്ററോളം ഇപ്പം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീവ്രത കുറഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അടുത്ത 2 മണിക്കൂറത്തേക്ക് തെക്ക് ദിശയിൽ നിന്നുള്ള കാറ്റ് വീശി അതുകൊണ്ടുള്ള നാശനഷ്ടങ്ങളും മഴയും ശക്തമായ മഴയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഞങ്ങളുടെ റഡാറിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരവും ബാക്കി വിവരങ്ങളും ചേർത്ത് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്.